ത്രിയേക ദൈവത്തിന് സ്തുതി. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ്. മറിയയ്ക്ക് അറിയാം, തന്നെ ശരിക്കും ഒന്ന് മനസ്സിലാക്കാൻ തൻ്റെ ചാർച്ചക്കാരത്തി എലിസബത്തിന് കഴിയും എന്നുള്ളതുകൊണ്ട് എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് മറിയ ചെന്ന് കയറുകയും മറിയയും എലിസബത്തും തമ്മിലുള്ള സുന്ദര സംഗമമാണ് ഈ വേദഭാഗത്തിൻ്റെ രംഗം. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ പട്ടണത്തിൽ ബന്ധപ്പെട്ടു ചെന്നു. സെക്രിയായുടെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു. നിന്റെ വന്ദനസ്വരം എൻ്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എൻ്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. വാക്യം 39, 40, 44. ഏതൊരു ബദ്ധപ്പാടിനപ്പുറവും ആനന്ദം ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ്. എലിസബത്തിൻ്റെ ഭവനത്തിലെത്താൻ അല്പമല്ലാത്ത ദൂരമുണ്ട്. തനിച്ചൊരു യാത്രയാണ്. കുന്നും മലയുമൊക്കെ താണ്ടിയുള്ള യാത്രയുമാണ്. ബദ്ധപ്പാട് ഓർക്കുമ്പോൾ യാത്രയിൽ നിന്ന് ആരും പിന്തിരിയും. പക്ഷേ മറിയ പിന്തിരിയുന്നില്ല. യാത്രയ്ക്കായി മറിയ എഴുന്നേറ്റു. അവൾക്ക് കയറിച്ചെല്ലാൻ ഒരിടം ഉണ്ടെന്നുള്ളത് ദൈവത്തിൻ്റെ സമ്മാനം തന്നെയാണ്. അല്ലെങ്കിലും നമ്മുടെ ദൈവം ജീവിതത്തിൽ ഇരുന്നു പോകുമ്പോഴും എഴുന്നേൽക്കാൻ പ്രേരിപ്പിക്കുകയും കയറിച്ചെല്ലാൻ ഒരിടം കർത്താവ് ഒരുക്കും. അത് ഉറപ്പാണ്. അത് പാതയോരത്ത് കള്ളനാൽ ആക്രമിക്കപ്പെട്ട് കിടക്കുമ്പോഴായാലും പക്ഷവാതം പിടിച്ച് കിടക്കയിൽ ആയെന്നാലും ദൈവം ആളുകളെ ഒരുക്കുന്നത് അതിശയകരമായിട്ടാണ്. പക്ഷെ ബദ്ധപ്പാടുകൾ ധാരാളം ഉണ്ടായി എങ്കിലും മറിയ എലിസബത്തിൻ്റെ അടുക്കലെത്തി. അപ്പോഴോ ഗർഭത്തിൽ കിടക്കുന്ന കുട്ടി ആനന്ദം കൊണ്ട് തുള്ളി. മറിയ എലിസബത്ത് സംഗമത്തിൻ്റെ സൗന്ദര്യവും ഈ ആനന്ദമാണ്. അത് ഏതവസ്ഥയിലും ബദ്ധപ്പാടുകൾ ഏറ്റെടുക്കുവാൻ ഇഷ്ടപ്പെട്ടാൽ ദൈവം ആനന്ദത്തിനുള്ള ഇടം ഒരുക്കും എന്നത് ഉറപ്പാണ്. സക്കായിയും ബദ്ധപ്പെട്ടു. വീട്ടിൽ ആനന്ദം വന്നു കയറിയതും ഉദാഹരണം തന്നെ. ബദ്ധപ്പെടാൻ ഇഷ്ടപ്പെടാം. ദൈവം ആനന്ദത്തിനുള്ള വഴിയും ഇടവും ഒരുക്കുക തന്നെ ചെയ്യും. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. വാക്യം 41, 42. സംഗമത്തിന് കല കൊടുക്കുന്ന പരിശുദ്ധാത്മാവ് എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിനാൽ നിറയുക എന്നത് അതിപ്രധാനമാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ സംഗമങ്ങൾക്ക് ഭയങ്കര അഴകാണ്. അതറിയാവുന്നത് കൊണ്ടാകണം മറിയ എലിസബത്തിൻ്റെ അരികിലേക്ക് യാത്രയാകുന്നത്. ഒത്തിരി പേർ ഒത്തിരി ആളുകളെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ കാര്യം പരിശുദ്ധാത്മാവിൻ്റെ നിറവുമാണ്. അല്ലെങ്കിലും മനുഷ്യർക്ക് ചേർത്ത് പിടിക്കാനുള്ള കല നഷ്ടപ്പെട്ടിട്ടില്ല എന്നത് ശുഭകരമാണ്. അതിനിടയിൽ ചിലർ വിഭജന കലയിൽ പാണ്ഡിത്യം നേടിയിട്ടുണ്ടെങ്കിലും അവയെ തിരിച്ചറിഞ്ഞ് അവയിൽ നിന്നും ഒഴിഞ്ഞ് മലമടക്കുകൾക്കപ്പുറം യാത്ര ചെയ്യാൻ പരിശുദ്ധാത്മാവിൻ്റെ ബലം തന്നെ വേണം. അത് മറിയയിലും പ്രകടമാണ്. പിന്നെ മറിയയെ നോക്കി പറയുകയാണ്, നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. പിന്നെ കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി എന്നൊക്കെയുള്ള നല്ല കനമുള്ള അക്ഷരക്കൂട്ടുകൾ ഉരുവിടാനും പരിശുദ്ധാത്മാവ് നിറവ് തന്നെ വേണം. മരിക്കുവാനുള്ള വഴി മാത്രം മുമ്പിൽ തുറക്കപ്പെട്ടിരുന്നവൾ അനുഗ്രഹിക്കപ്പെട്ടവളും ഭാഗ്യവതിയും ആയിത്തീരുകയാണ് ഈ സംഗമത്തിലൂടെ. ജീവിക്കാനുള്ള ഊർജവും ധൈര്യവും അങ്ങനെ കാൽവറിയോളവും പിന്നെ കല്ലറയിലേക്കും തുടർന്ന് ധാരാളം മനുഷ്യ മനസ്സിലേക്കും നടന്നു കയറിയത് ഈ സംഗമത്തിൻ്റെ സൗന്ദര്യം കൊണ്ടാണെന്ന് ആർക്കാണ് അറിയാത്തത്? കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. വാക്യം 45. ദൈവ അരുളപ്പാടിലുള്ള വിശ്വാസം ഭാഗ്യാവസ്ഥയിലേക്ക് നയിക്കും എന്നുള്ളതാണ്.
വിശ്വസിക്കാതിരിക്കാനും ഏറ്റെടുക്കാതിരിക്കാനും മറിയയ്ക്ക് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ദൈവദൂതന്റെ മുമ്പിൽ, ദൈവിക വാചകങ്ങൾക്ക് മുമ്പിൽ സമർപ്പിതയാകുകയല്ലാതെ തരമില്ല എന്ന് മറിയയ്ക്ക് ബോധ്യപ്പെടുകയും തുടർന്ന് സമർപ്പിത ആകുകയുമായിരുന്നു. ആ മറിയെപ്പറ്റി ദൈവവചനം അടയാളപ്പെടുത്തുന്നത് ഭാഗ്യവതി എന്നതാണ്. അതെ, ദൈവവചനത്തെ വിശ്വസിച്ച് ഏറ്റെടുത്ത എത്രയോ ആളുകളെ ദൈവം ഏറ്റെടുത്തതിൻ്റെ കഥ പിന്നെയും ഒരുപാട് നമുക്കറിയാം. അതെ, നമ്മുടെ ഭാഗ്യം ദൈവവചനം തരുന്ന ഭാഗ്യം തന്നെയാണ്. അത് നിലനിൽക്കുന്ന ഭാഗ്യാവസ്ഥയാണ്. ഒരുപക്ഷെ നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്ന മറ്റ് ഏതൊരു ഭാഗ്യാവസ്ഥയും നിലനിൽക്കുന്നതല്ല എന്ന് ഗ്രഹിക്കാൻ അധിക നേരം ആവശ്യമില്ല എന്നുള്ളതാണ്. ഒരിക്കൽ ദൈവവചനത്തെ ഏറ്റെടുക്കുവാൻ ഭാഗ്യമുണ്ടായാൽ ജീവിത സാഹചര്യം എത്ര തന്നെ വ്യത്യസ്തമായി രൂപപ്പെട്ടു വന്നാലും, ഒരുപക്ഷെ ഹൃദയത്തിൽ വാൾ കയറി വരുന്ന കാൽവറി മലയിലും കൃപയോടെ കാര്യങ്ങളെ കാണാനും കല്ലറകൾക്കപ്പുറം ഒരു ഉയർപ്പ് സാധ്യമാണെന്ന് വിശ്വസിക്കാനും ദൈവവചനം നമ്മെ സഹായിക്കുന്നത് എത്രയോ ഭാഗ്യകരമാണ്. ദൈവവചനം ഉള്ളിലൊരു വെളിച്ചം തെളിയിക്കും. എലിസബത്തിന്റെ ഉള്ളിൽ നിന്നും അധരത്തിൽ നിന്നും ബഹിർഗമിക്കുന്ന വെളിച്ചം ദൈവവചനത്തിന്റെ വെളിച്ചമാണ്. ആ വചനത്തിലാണ് ദുഃഖിക്കുന്ന മറിയയുടെ ഉള്ളത്തെ കാണാൻ കഴിയുന്നത്. അല്ലെങ്കിലും ഉള്ളിൽ വെളിച്ചമുള്ളവർക്ക് മറ്റുള്ളവരിലേക്കും വെളിച്ചം പകരാൻ ആകുമല്ലോ. ഒരു സന്ധ്യയ്ക്ക് അയ്യപ്പ പണിക്കരെ ഒരു പ്രോഗ്രാമിന് ക്ഷണിക്കാൻ വന്നതാണ് ശ്രീജിത്ത്. വീടിന് ചുറ്റും വെട്ടം ഇല്ല. വീട്ടിൽ ആരുമില്ലല്ലോ എന്ന് ധരിച്ചു. എങ്കിലും ഒന്ന് ബെല്ലടിച്ചു നോക്കാം എന്നായി. ബെല്ലടിച്ചു. പണിക്കര് സാവധാനം വന്ന് വാതിൽ തുറന്നു. വീട്ടിനുള്ളിൽ മാത്രം ഒരു ചെറിയ വെട്ടം കണ്ടിട്ട് വന്ന ആൾ ചോദിച്ചു, സാർ എന്താണ് അകത്ത് മാത്രം ലൈറ്റ് ഇട്ടിരിക്കുന്നത്, പുറത്ത് വെട്ടം ഇല്ലല്ലോ? ശ്രീജിത്തിനോട് പണിക്കര് പറഞ്ഞ വാചകം, അകത്തല്ലേ സ്വാമി വെളിച്ചം വേണ്ടത്, പുറം വെളുത്തിരുന്നിട്ട് എന്ത് കാര്യം? ഇനി ക്രിസ്മസ് കാലമാണ്, പുറമേ നിറയെ വെളിച്ചമായിരിക്കും, നല്ലത് തന്നെ. നമ്മുടെ ഉള്ളിൽ ദൈവവചനം കൊണ്ട് ഇത്തിരി വെളിച്ചം സൂക്ഷിക്കാനും ശാശ്വതമായ ഭാഗ്യാവസ്ഥയിലേക്ക് പ്രവേശിക്കാനും നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.